കണ്ണൂർ മട്ടന്നൂരിൽ കോടികളുടെ ജ്വല്ലറി തട്ടിപ്പ്. മൈ ഗോൾഡ് എന്ന ജ്വല്ലറിയുടെ പേരിലാണ് തട്ടിപ്പ് നടന്നത്. നിക്ഷേപ തുകയും പഴയ സ്വർണം വിൽപ്പന തുകയും തട്ടി ഉടമകൾ മുങ്ങിയിരിക്കുകയാണ്. തില്ലങ്കേരി മുഴക്കുന്ന് മേഖലയിലെ 5 പേർക്കെതിരെയാണ് പരാതി. തഫ്സീർ, ഹംസ, ഭാര്യ ഫസീല, ഷമീർ, ഭാര്യ ഹാജറ, ഫഹദ് എന്നിവർക്കെതിരെയാണ് പരാതി. തട്ടിപ്പുമായി ബന്ധപ്പെട്ട മട്ടന്നൂർ പോലീസ് 24 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതികൾ വിദേശത്തേക്ക് കടന്നതായും സൂചന. 4 പാർട്ട്ണർമാർക്കും കൂടി ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് 98 ലക്ഷം റുപ്യ ഞാൻ കൊടുത്തു. ഒരു ഓണം ഇത്രയും വർഷമായിട്ട് നല്ല രീതിയിൽ കച്ചവടം നടത്തി. അപ്പോൾ ഓണത്തിൻ്റെ 2ാം ഓണമായപ്പോൾ അവർ രാത്രി കൊണ്ട് CCTV എല്ലാം കട്ടാക്കി. 4 പാർട്ട്ണർമാരും കൂടി വന്ന് സ്വർണം കംപ്ലീറ്റ് അടിച്ചു മാറ്റി കൊണ്ടുപോവുകയും ചെയ്ത്. ആശുപത്രി ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വർണം കൊടുത്തതാണ്. അത് 2 ദിവസമായിട്ട് കൊടുത്ത് 10 പവൻ്റെ സ്വർണം കൊടുത്തതാണ്. അത് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയുള്ള ആവശ്യമാണ്. അത് പൈസ 2 ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞ് പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്ക് അത് കട പൂട്ടിയിട്ടാണ് കണ്ടത്. ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളത്. ഇതിലേ കൂടി നമ്മൾപ്പെട്ട പാവപ്പെട്ട കുറേ ജനങ്ങളാണ് ഇതിലേ കൂടി കണ്ണീര് കുടിക്കുന്നത്. നമ്മളെല്ലാം ജീവിതത്തിൽ ഉണ്ടാക്കിയ പൈസയാണത്. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ട് വൈഫിൻ്റെ എല്ലാം 10-25 വർഷം മുമ്പുള്ള സ്വർണവും കാര്യങ്ങളെല്ലാം അവിടെ പൈസയായിട്ടും മറ്റേതായിട്ടെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നിയമപാലകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. നമുക്ക് നീതി ലഭിക്കണം. നീതി ലഭിക്കാൻ വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും. വിജീഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിജീഷ്, എങ്ങനെയാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയത്? അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാകുന്നത്? ജിൽസി, ഇതിപ്പോ നമ്മള് നേരത്തെ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ജ്വല്ലറി തട്ടിപ്പ് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിനിടയിലും പുതിയ തട്ടിപ്പുകൾക്കുള്ള സാഹചര്യവും അതുപോലെ തന്നെ സന്ദർഭവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള സംഭവം. ഇത് 2022 മട്ടന്നൂർ ടൗണിനടുത്ത് മൈ ഗോൾഡ് എന്നുള്ള പേരിൽ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നത്. അത് ഈ പറഞ്ഞതുപോലെ പ്രവാസികളായിട്ടുള്ള മുഴക്കുന്ന് സ്വദേശികളായിട്ടുള്ള ഒരു 3 ചെറുപ്പക്കാരും അവരുടെ 2 പേരുടെ ഭാര്യമാരും ചേർന്നാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അതിനു വേണ്ടിയിട്ട് നാട്ടുകാരുൾപ്പെടെയുള്ളവരിൽ നിന്ന് നിക്ഷേപമായിട്ട് വലിയ പൈസ സംഘടിപ്പിച്ചു. ഇത് ഈ പറയുന്ന സനിൽകുമാർ പറഞ്ഞത് 98 ലക്ഷമാണ്. അടുത്ത ബൈറ്റിലുള്ള താജുദ്ദീൻ പറഞ്ഞത് 45 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിൻ്റെത് ഉണ്ടെന്നാണ്. ഇത്തരത്തിൽ തുടങ്ങിയ സ്ഥാപനം ഏകദേശം 3 വർഷത്തോളം വളരെ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഈ തിരുവോണത്തിന്റെ തലേന്ന് രാത്രിയിലാണ് സ്ഥാപനത്തിലുണ്ടായിരുന്ന ഏകദേശം 6 കിലോയോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും വജ്രം അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങളൊക്കെ കൊണ്ട് ഈ ഉടമകൾ മുങ്ങി എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ നമുക്ക് ഇപ്പൊ നമ്മൾ ബൈറ്റ് കേട്ട സക്കീന എന്ന് പറയുന്ന സ്ത്രീ, അവരുൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ മറ്റു തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. കാരണം അവർ പഴയ സ്വർണം ചികിത്സ ആവശ്യത്തിന് വേണ്ടി ജ്വല്ലറിയിൽ വിറ്റിരുന്നു. അടുത്ത ദിവസം പണം തരാം എന്ന് പറഞ്ഞു. ഏകദേശം 10 പവനോളം ആഭരണങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു വില നമുക്ക് കണക്കാക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം 8 ലക്ഷത്തോളം രൂപ അതിന് ലഭ്യമാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടന്നു. ഏകദേശം 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 60ഓളം പേർ തട്ടിപ്പിനിരയായതായിട്ടും പ്രാഥമികമായ വിവരം ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ചുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യഘട്ടം എന്ന രൂപത്തിൽ തന്നെ ഇപ്പോൾ 24ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് പോലീസ് പറയുന്നത്. ഇതിനകത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ ഒരു പാർട്ട്ണറുടെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പക്ഷെ മറ്റ് ഈ പറയുന്ന ഉടമകളായിട്ടുള്ള ആൾക്കാർ മുഴുവൻ 5 പേരും വിദേശത്തേക്ക് ഗൾഫിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്.